Hi all, welcome to CC Bank and Chikmon Film. അപ്പോൾ നമ്മുടെ CACB എക്സാം ഡേറ്റിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റും മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പഠനം എന്ത് ചെയ്യരുത്, മാറ്റി വെക്കരുത്. നമ്മൾ പഠനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് CACB കോപ്പറേറ്റീവ് ലോയിലെ കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അതുപോലെ CACB എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒരു വീഡിയോ ഷെയർ ചെയ്തേക്കുക. അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പം ആദ്യത്തെ ചോദ്യം, ഡിസ്പ്യൂട്ട് ഡീൽസ് ഇൻ സെക്ഷൻ. എന്താണ് ചോദിച്ചിരിക്കുന്നത്? KCS ആക്ട് 1969 ഏത് സെക്ഷനിലാണ് ഡിസ്പ്യൂട്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സെക്ഷൻ 69A, ഓപ്ഷൻ ബി സെക്ഷൻ 70, ഓപ്ഷൻ സി സെക്ഷൻ 70A, ഓപ്ഷൻ ഡി സെക്ഷൻ 69. എവിടെയാണ് ഡിസ്പ്യൂട്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എ എന്താണ്? സെക്ഷൻ 69A എന്നൊക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ് അല്ലെ. സെക്ഷൻ 69A എന്ന് പറയുന്നത് എന്താണ്? ഓംബുഡ്സ്മാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഓംബുഡ്സ്മാൻ. ഇനി അതുപോലെ നമുക്ക് ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ് സെക്ഷൻ 68A. 68A വിജിലൻസ് ഓഫീസർ. ഇനി സെക്ഷൻ 70 ഉണ്ട്, 70A ഉണ്ട്, സെക്ഷൻ 69 ഉണ്ട്. ആർബിട്രേഷൻ കോർട്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കൂട്ടത്തിലുണ്ട് അല്ലെ. അത് ഏതാണ് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടേക്കണം. അപ്പൊ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ സെക്ഷൻ 69 ആണ്. KCS ആക്ടിന്റെ സെക്ഷൻ 69 ഡിസ്പ്യൂട്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഡിസ്പ്യൂട്ടുകളെ നമ്മൾ പ്രധാനമായും രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് മോണിറ്ററി ഡിസ്പ്യൂട്ട്, പണപരമായ തർക്കങ്ങൾ. മറ്റൊന്ന് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്, പണപരമല്ലാത്ത തർക്കങ്ങൾ. മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ നമ്മൾ ആരുടെ മുൻപിലാണ് ഫയൽ ചെയ്യേണ്ടത്? മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ രജിസ്ട്രാറുടെ അടുത്തും, നോൺ മോണിറ്ററി ആണെങ്കിൽ ആർബിട്രേഷൻ കോർട്ടിന്റെ അടുത്തുമാണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഷാൽ ബി റെഫേർഡ് ടു. ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു രജിസ്ട്രാറിന്റെ അടുത്തോട്ടാണെന്ന് പറഞ്ഞു. ഇനി നോൺ മോണിറ്ററി ആണെങ്കിൽ ആ ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ ആ ഡിസ്പ്യൂട്ട് നമ്മൾ ആരുടെ മുൻപാകെയാണ് ഫയൽ ചെയ്യേണ്ടത്? ഗവൺമെന്റ് ആണോ, ട്രിബ്യൂണൽ ആണോ, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന്റെ മുൻപാകെയാണോ? നമുക്ക് എല്ലാവർക്കും ആൻസർ കൃത്യമായിട്ട് അറിയാം. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്, ഇതൊക്കെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ, തൊഴിലാളികൾ, ബാങ്കിലെ എംപ്ലോയീസിന്റെ തർക്കങ്ങളൊക്കെ എന്താണ്, നമ്മൾ എവിടെയാണ് ഫയൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് മുൻപാകെയാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലാണ്. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. ഫോർ ഡിസൈഡിങ് മോണിറ്ററി ഡിസ്പ്യൂട്ട് ദി ഓഫീസർ അപ്പോയിന്റഡ് ബൈ ദി രജിസ്ട്രാർ. എന്താണ് മോണിറ്ററി ഡിസ്പ്യൂട്ട് ഡിസൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രജിസ്ട്രാർ അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തി ആരാണ്? വിജിലൻസ് ഓഫീസർ ഉണ്ട്, ഇൻക്വയറി ഓഫീസർ ഉണ്ട്, റിട്ടേണിംഗ് ഓഫീസർ ഉണ്ട്, ആർബിട്രേറ്റർ ഉണ്ട്. എന്താണ് പണപരമായ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട ആരാണ്? നമുക്ക് സെക്ഷൻ 68A ആണെങ്കിൽ വിജിലൻസ് ഓഫീസറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ആണ് എന്ന് നമുക്കറിയാം. ഇൻക്വയറി ഓഫീസറിനെ കുറിച്ച് പറയുന്നു, റിട്ടേണിംഗ് ഓഫീസർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണെന്ന് നമുക്കറിയാം. അപ്പം മോണിറ്ററി ഡിസ്പ്യൂട്ട് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് RCS അപ്പോയിന്റ് ചെയ്യുന്നത് ആരെയാണ്? ആർബിട്രേറ്ററെയാണ്. ഓപ്ഷൻ ഡി, ആർബിട്രേറ്ററെയാണ്. അടുത്ത ചോദ്യം, ഡിസ്പ്യൂട്ട് ഇൻ കണക്ഷൻ വിത്ത് എലക്ഷൻ ഓഫ് ബോർഡ് ഓഫ് മാനേജ്മെന്റ് ഓർ പ്രസിഡന്റ് ഷാൽ ബി എന്റർടൈൻഡ് ബൈ. എന്താണ് നമ്മുടെ ബാങ്കിലേക്കുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്കുള്ള നമ്മുടെ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെ ഒക്കെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ് എങ്കിൽ അത് ആരാണ് അല്ലെങ്കിൽ ആർക്ക് മുൻപാകെയാണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്? നമ്മളിപ്പോ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം CACB എക്സാം കഴിഞ്ഞ കുറെ ട്രെൻഡുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് രജിസ്ട്രേഷനിൽ നിന്നും, മെമ്പർഷിപ്പിൽ നിന്നും, അടുത്തൊരു ഏരിയ മാനേജ്മെന്റിൽ നിന്നും, പിന്നൊന്ന് നമുക്ക് സോഴ്സസ് ഓഫ് ഫണ്ട് ആ ഒരു ഭാഗത്തുനിന്നും, അതുപോലെ ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റും വരാറുണ്ട്. പിന്നെ ഓഡിറ്റ്, അതിനുശേഷം വരുന്ന ഏരിയ ആണ് ഡിസ്പ്യൂട്ട്. പിന്നെ അടുത്തിടയിലെ എസ്റ്റാബ്ലിഷ്മെന്റിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നു. അപ്പൊ ഇതിലെ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ അവബോധത്തിന് വേണ്ടി റിപ്പീറ്റഡ് ആയിട്ട് വന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ പ്രസിഡന്റിന്റെയും അതുപോലെ തന്നെ മാനേജ്മെന്റിലേക്കുള്ള ബോർഡ് ഓഫ് മാനേജ്മെന്റിലേക്കുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതെന്ത് തർക്കങ്ങളാണ്? നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണ്. മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിലാണ് നമ്മൾ എവിടേക്ക് ഫയൽ ചെയ്യുക? രജിസ്ട്രാറിന്റെ അടുത്തോട്ട് ഫയൽ ചെയ്യുക. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ ബി, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് മുൻപാകെയാണ് നമ്മൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ എന്ത് ചെയ്യുക? ഫയൽ ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, ഡിസ്പ്യൂട്ട് ഇൻ കണക്ഷൻ വിത്ത് ഇലക്ഷൻ ഓഫ് ബോർഡ് ഓഫ് മാനേജ്മെന്റ് or any officer of a society must be filed before
കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോഡ് വിത്തിൻ വാട്ട് പീരീഡ് ഫ്രം ദി ഡേറ്റ് ഓഫ് ഇലക്ഷൻ? ഇത് നമുക്ക് ഒരു ഹോട്ട് ടോപ്പിക് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ നമുക്ക് പഠിച്ചു പോകാം. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഉണ്ട് എങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ എത്ര നാൾക്കകമാണ് അത് നമ്മുടെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് മുൻപാകെ ഫയൽ ചെയ്യേണ്ടത്? അതായത് ഇലക്ഷൻ കഴിഞ്ഞ് ഇത്ര നാളിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? നമ്മുടെ കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫയൽ ചെയ്യണമെന്ന് നമ്മുടെ കേസ് ആക്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. അത് 15 ദിവസമാണോ, 30 ദിവസമാണോ, 1 month ആണോ, 6 months ആണോ എന്നാണ് ചോദ്യം. നമുക്കറിയാം എത്ര ദിവസമാണ്? 1 മാസം അല്ലെ. അതായത് ഇലക്ഷൻ കഴിഞ്ഞ് 1 മാസത്തിനകം എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് മുൻപാകെ ആ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തിരിക്കണം. ഇനി ടൈം ലിമിറ്റ് ഓഫ് എ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഈസ് സ്പെസിഫൈഡ് ഇൻ ഡാഷ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ടൈം ലിമിറ്റ്, ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട ഉള്ള ടൈം ലിമിറ്റ് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? അപ്പൻഡിക്സ് 3 ഉണ്ട്, ഷെഡ്യൂൾ 3 ഉണ്ട്, ബൈലോ ഉണ്ട്, നൺ ഓഫ് ദി എബവ് ഉണ്ട്. നമ്മൾ ടൈം ലിമിറ്റ് നമുക്ക് എവിടെയോ നമ്മൾ കേട്ട് പരിചയമുണ്ടല്ലേ നമുക്ക് ടൈം ലിമിറ്റ് അല്ലെ. ഇനി അപ്പൻഡിക്സ് ആണോ ഷെഡ്യൂൾ ആണോ എന്ന് മാത്രമേ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉള്ളൂ. അപ്പൊ നമ്മൾ മുൻപ് ഈ ഒരു അപ്പൻഡിക്സിനെ കുറിച്ചും ഷെഡ്യൂളിനെ കുറിച്ചും നമ്മൾ കോഡുകൾ പഠിച്ചിരുന്നു അല്ലെ. നമ്മൾ അപ്പൻഡിക്സുമായി ബന്ധപ്പെട്ട നമ്മുടെ കോഡ് എന്തായിരുന്നു? അപ്പന് CCUലെ ഫോം സ്റ്റാഫ് കൊടുത്തു. അപ്പന് CCUലെ ഫോം സ്റ്റാഫ് കൊടുത്തു എന്നതാണ് അപ്പൻഡിക്സിന്റെ കോഡ് എന്ന് പറയുന്നത്. ഇനി ഷെഡ്യൂളിന്റെ കോഡ് എന്തായിരുന്നു? നമുക്ക് ഷെഡ്യൂളിന്റെ കോഡ് നോക്കാം. PSCയിലെ പ്രിൻസിപ്പളിന് ടൈം ലിമിറ്റ് ഇല്ല. PSCയിലെ പ്രിൻസിപ്പളിന് ടൈം ലിമിറ്റ് ഇല്ല. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റേഷൻ പീരീഡ് ആണ് അല്ലെ. ലിമിറ്റേഷൻ പീരീഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എവിടെയാണ്? ഷെഡ്യൂൾ 3യിലാണ്. ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത് എന്താണ്? MV രാഘവൻ കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആയ സമയത്ത് നമ്മുടെ അപ്പെക്സ് സൊസൈറ്റീസിന്റെ അപ്പോയിന്റ്മെന്റ് ആർക്ക് വിട്ടു? PSCക്ക് വിട്ടു. ഇപ്പൊ നിലവിൽ നമ്മുടെ 19 അപ്പെക്സുകളുടെ അപ്പോയിന്റ്മെന്റ് ആണ് PSC നടത്തുന്നത്. ഇനി രണ്ടാമത്തത് എന്താണ്? നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. നമുക്കറിയാം നമ്മുടെ 4 സ്റ്റേജസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്ന നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് KCS ആക്ടിന്റെ നമ്മുടെ ഷെഡ്യൂൾ 2വിലുള്ളത്. ഇനി മൂന്നാമത്തെ ഷെഡ്യൂൾ എന്താണ്? ടൈം ലിമിറ്റ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ പീരീഡ് ആണ്. ഇനി അപ്പൻഡിക്സിന്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അപ്പന് CCUലെ ഫോം സ്റ്റാഫ് കൊടുത്തു. എന്താണ് CCU എന്ന് പറയുന്നത്? രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ SCU ആൻഡ് CCU. അടുത്തത് ഫോം. നമുക്കറിയാം KCS ആക്ടുമായി ബന്ധപ്പെട്ട് 39 ഫോമുകളാണുള്ളത്. അതെവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? നമ്മുടെ അപ്പൻഡിക്സ് 2വിലാണ്. ഇനി അപ്പൻഡിക്സ് 3 എന്താണ്? സ്റ്റാഫ് പാറ്റേൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്പ് ആൻഡ് ക്ലാസ്. അപ്പൻഡിക്സ് 3ൽ എന്താണ് പറയുന്നത്? സ്റ്റാഫ് പാറ്റേൺ. എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്പ് ആൻഡ് സ്റ്റാഫ് പാറ്റേൺ ആണ് അല്ലെ. അപ്പൊ നമ്മൾ അപ്പൻഡിക്സ് 3 പഠിച്ചു, ഷെഡ്യൂൾ 3 പഠിച്ചു. അപ്പൊ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന് ആൻസർ ആയിട്ട് വരിക ഏതാണ്? ഓപ്ഷൻ ബി, ഷെഡ്യൂൾ 3. KCS ആക്ടുമായി ബന്ധപ്പെട്ട് ഷെഡ്യൂൾ 3യിലാണ് ഇതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ടൈം ലിമിറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം, സെക്ഷൻ 69A ഡീൽസ് വിത്ത്. സെക്ഷൻ 69A നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. 68A 69A എന്നൊക്കെ റിപ്പീറ്റഡ് വരുന്നതാണ്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഉണ്ട്, വിജിലൻസ് ഓഫീസർ ഉണ്ട്, ഓംബുഡ്സ്മാൻ ഉണ്ട്, ലിക്വിഡേറ്റർ ഉണ്ട്. 69A നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം എന്താണ്? റിപ്പീറ്റഡ്, ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണിത്. 68A എന്ന് പറയുന്നത് വിജിലൻസ് ഓഫീസർ ആണ് എങ്കിൽ 69A എന്താണ്? 69A കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി, കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ആണ്. ഇനി കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം വാസ് ഫ്രെയിംഡ് ഇൻ. നമ്മൾ കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം ഏത് വർഷമാണ് ഫ്രെയിം ചെയ്തത് എന്നാണ് ചോദ്യം. 2009 ഉണ്ട്, 2012 ഉണ്ട്, 2010 ഉണ്ട്, 2008 ഉണ്ട്. ഇതിൽ ഏത് വർഷമാണ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം ഫ്രെയിം ചെയ്തത്? നമുക്കറിയാം 2010ലാണ് നമ്മുടെ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം എന്ത് ചെയ്തത്? ഫ്രെയിം ചെയ്തത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഓംബുഡ്സ്മാൻ സ്കീം കൊണ്ടുവന്നത്? നമ്മുടെ ബാങ്കിങ് സെക്ടറിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കോപ്പറേറ്റീവ് ഫീൽഡിലുള്ള
കസ്റ്റമേഴ്സിന്റെ ഗ്രിവൻസസ് റിഡ്രസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. അത് ഫ്രെയിം ചെയ്യുന്നത് 2010 അടുത്ത ചോദ്യം, ദി ഓംബുഡ്സ്മാൻ ഹാവിംഗ് മിനിമം ഡാഷ് ഇയേഴ്സ് ബാർ പ്രാക്ടീസ് ആൻഡ് ഹാവിംഗ് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ ബാങ്കിങ് ഓർ കോപ്പറേറ്റീവ് ഫീൽഡ്. അതായത് ഓംബുഡ്സ്മാന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നാണ് ചോദ്യം അല്ലെ. അദ്ദേഹത്തിന് എന്ത് വേണം? ബാർ പ്രാക്ടീസ് ആണ്, അതായത് പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് കുറഞ്ഞത് എത്ര വർഷത്തെ ബാർ പ്രാക്ടീസ് വേണം? 15 വർഷമാണോ, 20 വർഷമാണോ, 7 വർഷമാണോ, 10 വർഷമാണോ എന്നാണ് ചോദ്യം. നമുക്കറിയാം എത്ര വർഷമാണ്? കുറഞ്ഞത് 10 വർഷത്തെ ബാർ പ്രാക്ടീസ് ഉള്ള ഒരു അഡ്വക്കേറ്റ്. അപ്പം അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുന്നു. ദി ടേം ഓഫ് ഓഫീസ് ഓഫ് ആൻ ഓംബുഡ്സ്മാൻ ഷാൽ ബി. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാന്റെ കാലാവധി എത്രയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 3 years ഉണ്ട്, ഓപ്ഷൻ ബി 5 years ഉണ്ട്, ഓപ്ഷൻ സി 3 years or 65 years of age, whichever is earlier. ഓപ്ഷൻ ഡി 5 years or 65 years of age, whichever is earlier. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. നമുക്കറിയാം എത്രയാണ്? 3 years or 65 years, whichever is earlier. അതായത് അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്ത് 3 വർഷമോ അല്ല എങ്കിൽ 65 വയസ്സ് പൂർത്തിയാകുന്നോ, ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ ഒരു കാലാവധി വരെ മാത്രമായിരിക്കും അദ്ദേഹത്തിന് ആ ഓഫീസ് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുന്നു. ദി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ഷാൽ ബി അണ്ടർ ദി കൺട്രോൾ ഓഫ്. അതായത് ഓംബുഡ്സ്മാൻ ആരുടെ അധികാര പരിധിക്ക് കീഴിലാണ്? RCs ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, ബോത്ത് A and B ഉണ്ട്, നബാർഡ് ഉണ്ട്. അത് നമുക്ക് മുൻപ് ഒരുപാട് വട്ടം ഈ ഒരു ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓംബുഡ്സ്മാനുമായി ബന്ധപ്പെട്ട നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും എന്ത് തന്നെയാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ നിങ്ങൾക്കറിയാം. ആരുടെ അധികാര പരിധി കീഴിലാണ്? ഗവൺമെന്റിന്റെ കീഴിലാണ് അല്ലെ, ഗവൺമെന്റിന്റെ കീഴിലാണ്. അടുത്ത ചോദ്യം, ദി സെക്രട്ടറി ഓഫ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ഷാൽ ബി ആൻ ഓഫീസർ. അതായത് എന്താണ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാന്റെ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നോട്ട് അബോവ് ദി റാങ്ക് ഓഫ് ഡെപ്യൂട്ടി രജിസ്ട്രാർ, ഓപ്ഷൻ ബി നോട്ട് അബോവ് ദി റാങ്ക് ഓഫ് അസിസ്റ്റന്റ് രജിസ്ട്രാർ, ഓപ്ഷൻ സി നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് ഡെപ്യൂട്ടി രജിസ്ട്രാർ, ഓപ്ഷൻ ഡി നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് ജോയിന്റ് രജിസ്ട്രാർ. നമുക്കറിയാം എപ്പോഴും നമ്മുടെ ലോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അതായത് ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയുമ്പം നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ഓപ്ഷൻ വെട്ടിക്കളയാനായിട്ട് പറ്റും അല്ലെ. ഇനി എന്ത് ചെയ്യാം? കറക്കി കുത്തിയായാലും നമുക്ക് ആൻസർ കൊടുക്കാം. 2 ഓപ്ഷൻസേ ഉള്ളൂ. എന്ത് ചെയ്യാം? ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ഓപ്ഷൻ എയും ബിയും വെട്ടിക്കളഞ്ഞു. പക്ഷെ ഇത് റിപ്പീറ്റഡ് വന്ന ചോദ്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ ഏതാണെന്ന് അറിയാം. ഓപ്ഷൻ സി നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി രജിസ്ട്രാർ. അതായത് ഡെപ്യൂട്ടി രജിസ്ട്രാറോ അല്ലെങ്കിൽ അതിനു മുകളിൽ യോഗ്യത ഉള്ള ഒരു വ്യക്തിയായിരിക്കണം നമ്മുടെ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാന്റെ സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പം ലോയിൽ ഇത്രയും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു ചെറിയൊരു സെക്ഷനിൽ നിന്നും ഇത്രയും ചോദ്യങ്ങൾ കണ്ടു. അങ്ങനെയെങ്കിൽ നമ്മുടെ 110 സെക്ഷനും 201 റൂളുകളുമുണ്ട്. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് വന്ന ചോദ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ലോയിൽ 15ൽ 15 മാർക്ക് മേടിക്കുവാനും അതുപോലെ CACB എക്സാമിന് ആദ്യ ടോപ്പ് റാങ്കിലേക്ക് എത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്തോളുക? ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തോളുക. 8921440580. നമ്മുടെ 6 month ബാച്ചും അതുപോലെ 3 month ബാച്ചും നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് നമ്മുടെ എക്സാം ഡേറ്റ് മാറ്റി വെച്ച കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ആ ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ഒരു 3 month ബാച്ച് വരുന്നത്. അതുപോലെ തന്നെ അതായത് നമ്മുടെ ഈ ഒരു കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ കട്ട് ഓഫിന്റെ തൊട്ടടുത്തെത്തിയിട്ടും കട്ട് ഓഫ് മറികടക്കാൻ പറ്റാത്ത ആളുകൾ, അതായത് ഒരു ബിഗിനർ ലെവലിൽ അല്ലാത്ത അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഒരു 3 മാസ കാലാവധി കൊണ്ട് അല്ലെങ്കിൽ 3 മാസം കൊണ്ട് ടോപ്പ് റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. എന്നാൽ ഇപ്പൊ ഒരു ഇനീഷ്യൽ സ്റ്റേജിലുള്ള ആളുകളാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ, ഈ വർഷം ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ, അല്ലെങ്കിൽ JDC HDC കഴിഞ്ഞതേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും അഭികാമ്യമായിട്ടുള്ളത് നമ്മുടെ 6 month ബാച്ച് ആണ്. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ലോ ലെവൽ മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മുടെ CACB എക്സാമിന് ചോദിക്കാറുണ്ട്. അതായത് നമ്മൾ അക്കൗണ്ടൻസി പാർട്ട് നോക്കുകയാണെങ്കിൽ അവിടെ തന്നെ എന്തുണ്ട്? ഏറ്റവും PG നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ വരെയും നമുക്ക് വരുന്നുണ്ട്. അപ്പം ഒരു ബേസ് മുതൽ ഒരു അതിന്റെ ഏറ്റവും അഡ്വാൻസ് ലെവൽ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമാണ് ടോപ്പ് റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റുക. അതിന് എപ്പോഴും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക 6 month ഒരു ഫൗണ്ടേഷൻ ബാച്ച് തന്നെയായിരിക്കും. അപ്പൊ ഈ ഒരു ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 8921440580 നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം അതുപോലെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ടഫ് ആയിട്ടുള്ള ഏരിയ ഇംഗ്ലീഷ് മാത്സ് GK തന്നെയാണ് അല്ലേ.
അപ്പം അവിടെ ഒരു പടിക്ക് മുൻപിലോട്ട് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തോളുക. കാരണം നമുക്കറിയാം ജി കെയുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡെയിലി നമ്മുടെ ആപ്പിന്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നു. അതുപോലെ GK-യുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്വിസുകൾ കണ്ടക്ട് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് നിങ്ങളെ നമ്മുടെ CC ലേണിംഗ് ആപ്പ് സഹായിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്